MLA വളരെ താല്പര്യമെടുത്തുകൊണ്ട് ഈ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഒരു നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്നതിൽ വളരെ പ്രസക്തിയുണ്ട്. അതും വള്ളിക്കുന്ന് ആകുമ്പോൾ വൈസ് ചാൻസലർ തൊട്ട് MLA തൊട്ട് ജനപ്രതിനിധികൾ തൊട്ട് റവന്യൂ മിനിസ്റ്റർ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഓൺലൈനിലാണെങ്കിലും കാലാവസ്ഥ ഒക്കെ മാറിയതുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് ഒരു സർവ്വതോന്മുഖമായ ഒന്നിച്ച് ഒരു പിടുത്തം പിടിക്കുകയാണ് എന്നാണ് തീരുമാനം. അതിനെല്ലാ പിന്തുണയും ഞങ്ങൾ തരും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ മണ്ഡലം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ VC ഇവിടെ ഉണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആധുനിക വികസനം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളും ഒക്കെ ഒരു ലിങ്കേജിലൂടെ ഒന്നിച്ച് പോകേണ്ട ഒരു കാലഘട്ടമാണ്. ആശയങ്ങൾ ഉത്ഭവിക്കുന്നത് ക്യാമ്പസുകളിൽ നിന്നാണ്. ക്യാമ്പസുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതാണ് ലോകത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല പുതിയ ആശയങ്ങളും പ്രോജക്റ്റുകളും. അതൊക്കെയാണ് പിന്നെ കണ്ടുപിടുത്തങ്ങളും. അത് പിന്നെ വ്യാപാര വ്യവസായ യൂസേജ് അടിസ്ഥാനത്തിൽ വരുമ്പോഴാണ് ലോകത്ത് ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടായത്. ടെക്നോളജികളൊക്കെ പലതാണ്. ഇതൊക്കെ ഇപ്പോൾ ഈ നൂറ്റാണ്ടിൽ ഒരു വിസ്ഫോടനം മാതിരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റെല്ലാ വികസനത്തിനും അടിസ്ഥാനപരമായൊരു കാരണമാണ്. ഇവിടെ നമ്മളെ കിൻഫ്ര പാർക്ക്, വാസ്തവത്തിൽ ഫുഡ് പാർക്ക് വന്നതും ഒക്കെ അങ്ങനെയാണ്. കാരണം നാട്ടിലെ വ്യവസായ സാധ്യതകൾ നോക്കിയിട്ടാണ് അത് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ കാരണം. ഇപ്പോൾ VC എന്നോട് പറഞ്ഞു, അനിൽ ശ്രീകുമാറിനോട് പറഞ്ഞു, ഒരുപാട് പദ്ധതികൾ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി ഒരു കുതിപ്പിന് എല്ലാവിധ സാധ്യതകളുമായി റെഡിയായി നിൽക്കുകയാണ്. നമ്മൾ അല്പം നമ്മുടെ രീതികളൊക്കെ ഒന്ന് മാറ്റി അല്പം ഒന്ന് ഡെവലപ്മെൻറ്റിനോട് സഹകരിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ തീർച്ചയായും വരാൻ പോകുന്ന തലമുറക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. കുട്ടികളൊക്കെ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികൾ ഓരോ ഐഡിയ കൊണ്ടുവരുന്നത്. നേരത്തെ ആണെങ്കിൽ ഒരു നൂറ്റാണ്ടിൽ ഒന്ന് പറക്കുന്ന ഐഡിയാസും വലിയ സാങ്കേതിക വിദ്യകളും ഒക്കെ ഇപ്പോൾ അനുനിമിഷം പറന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ AI ടെക്നോളജിയൊക്കെ വന്നതിന് ശേഷം കൂടുതൽ പുതുമയുള്ള ആശയങ്ങൾക്ക് ഏത് ബുദ്ധിയുള്ള ആളുകൾക്കും അവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റും. അതുവരെ ഇല്ലാത്ത വേറൊന്നും ചെയ്യാൻ പറ്റും. അതാണ് സംഭവം. നമുക്ക് കണ്ട് ശീലമില്ലാത്ത കേട്ട് ശീലമില്ലാത്ത പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ, മനുഷ്യൻ്റെ സൗകര്യങ്ങൾ കൂട്ടാൻ, അതുപോലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഒക്കെ നമുക്ക് സാധിക്കുന്ന, വിചാരിച്ചാൽ ഒത്തുപിടിച്ചാൽ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വള്ളിക്കുന്ന് അതിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമായി മാറ്റാൻ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്.